നമസ്കാരം. കുറച്ചു കാലമായി കാലാവസ്ഥ കാലനായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിന് നിരവധി ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിലായി നമ്മുടെ മുന്നിലുള്ളത് വയനാടുണ്ടായ ദുരന്തമാണ്. ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു നാടിൻ്റെ തലവര പ്രകൃതി മാറ്റി എഴുതിയത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണവും ഭീകരവുമായ ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത്. കേരളത്തിൽ മാത്രം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉരുൾ കവർന്നത് എത്ര ജീവനുകളാണെന്നറിയാമോ? 2018, 19, 20, 21 വർഷങ്ങളിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ടത് 182-ലേറെ പേർക്കാണ്. ഈ അടുത്ത കാലത്തുണ്ടായ മഴയെല്ലാം എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് നമുക്ക് വരുത്തിവെച്ചത്. ഈ പറഞ്ഞത് കേരളത്തിലെ മാത്രം കാര്യമാണ്. ഇനി UAE-യിലേക്കൊന്ന് പോയാലോ? നമ്മുടെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ജീവിക്കുന്ന സ്ഥലമാണ് UAE. കഴിഞ്ഞ ഏപ്രിലിൽ UAE-യിൽ പെയ്ത മഴയിൽ 7 എമിറേറ്റുകളും മുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. മിക്ക വിമാന സർവീസുകളും നിർത്തിവെക്കപ്പെട്ടു. പരിപാടികൾ റദ്ദാക്കി. ജനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തായി കുടുങ്ങിപ്പോയി. രാജ്യത്തിൻ്റെ മിക്ക ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഏറെ പണിപ്പെട്ടാണ് അധികൃതർ ഈ വെള്ളക്കെട്ടെല്ലാം നീക്കം ചെയ്തത്. ഇനി ഖത്തറിൽ അടുത്ത 2 മാസത്തെ കാലാവസ്ഥയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വരുന്ന 2 മാസം ഖത്തറിലെ കാലാവസ്ഥ പ്രവചിക്കാനാവുന്നതല്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ഖത്തർ ഇപ്പോൾ അൽ സറായത്ത് സീസണിലേക്ക് പ്രവേശിക്കുകയാണ്. മാർച്ച് അവസാനത്തോടെ ആരംഭിച്ച് മെയ് പകുതി വരെ നീണ്ടു നിൽക്കുന്ന പ്രവചനാതീതമായ കാലാവസ്ഥയാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് ജനങ്ങൾ തയ്യാറാകണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. വളരെ വേഗത്തിൽ രൂപപ്പെടുന്ന കാർമേഘങ്ങൾ ശക്തമായ മഴയായി രൂപപ്പെട്ടേക്കാം. ഈ മഴമേഘങ്ങൾ തീവ്രമായ ഇടിമിന്നലായി വേഗത്തിൽ മാറാനുള്ള സാധ്യതയുമുണ്ട്. കനത്ത മഴ, ശക്തമായ ഇടിമിന്നൽ, പൊടിക്കാറ്റുകൾക്ക് കാരണമായേക്കാവുന്ന ശക്തമായ കാറ്റ് എന്നിവയെ നേരിടാൻ താമസക്കാർ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ നടത്തണം. അൽ സറായത്ത് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയായിരിക്കും ഈ 2 മാസങ്ങളിൽ ഉണ്ടാവുക. പരിമിതമായ പ്രദേശങ്ങളിൽ ഗണ്യമായ തീവ്രതയോടെ ബാധിക്കുന്ന രീതിയിലായിരിക്കും ഈ കാലാവസ്ഥാ മാറ്റം. പെട്ടെന്ന് അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് ജനജീവിതത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഏത് സമയത്തും ജാഗ്രതയോടെ ഇരിക്കണം. ശക്തമായ മഴയിൽ പ്രദേശങ്ങളിൽ വെള്ളം കയറാനും മിന്നൽ പ്രളയം ഉണ്ടാവാനും വരെ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം. അൽ സറായത്ത് സീസണിന്റെ പ്രവചനാതീതമായ സ്വഭാവം ഈ കാലയളവിൽ കാലാവസ്ഥാ പ്രവചനം പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞതാക്കുമെന്നാണ് പറയുന്നത്. അതിനാൽ ഔട്ട്ഡോർ ഇവന്റുകൾ സംഘടിപ്പിക്കുന്നവർ മെയ് പകുതി വരെ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അടിയന്തര പദ്ധതികൾ തയ്യാറാക്കണമെന്നും അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. ഇടിമിന്നൽ സമയത്ത് വീടിനുള്ളിൽ തന്നെ തുടരാൻ ശ്രദ്ധിക്കണം. കനത്ത മഴയുള്ളപ്പോൾ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കുക. ശക്തമായ കാറ്റിൽ ബാധിക്കാവുന്ന അയഞ്ഞ വസ്തുക്കൾ സുരക്ഷിതമാക്കുക എന്നിവയുൾപ്പെടെയുള്ള ആവശ്യമായ മുൻകരുതൽ എടുക്കാൻ താമസക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഏത് സമയത്തും മാറാൻ സാധ്യതയുള്ളതിനാൽ ഈ കാലയളവിൽ കാലാവസ്ഥാ പ്രവചനങ്ങൾ സംബന്ധിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. കനത്ത മഴയെ തുടർന്ന് മക്കയിൽ ഈ അടുത്ത ദിവസം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. റംസാൻ അവസാനിക്കാറായി വരുന്നതിനാൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകരും മറ്റും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിലും മഴയുണ്ടായിരുന്നതായിട്ടാണ് വിവരം. ശക്തമായ കാറ്റ്, മോശം ദൃശ്യപരത, ആലിപ്പഴ വർഷം, വെള്ളപ്പൊക്കം, ഇടിമിന്നൽ എന്നിവയുടെ സാധ്യത കണക്കിലെടുത്താണ് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാലാവസ്ഥ കാലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാസികളെല്ലാം പ്രത്യേകം ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോവുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.